നമ്മൾ ആരാധിക്കുന്ന യാഹ്വേ, യഹോവയായ ദൈവം, സ്തുതികളിൽ വസിക്കുന്ന ദൈവം, സ്വർഗത്തിൽ 24/7 ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൂതന്മാർ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആരാധിക്കുവാനുള്ളൊരു വലിയൊരു കൃപാവരം, അല്ലെങ്കിൽ ആരാധിക്കാനുള്ളൊരു വലിയൊരു ശക്തി ദൈവം മനുഷ്യനും കൊടുത്തിരിക്കുന്നു. ഈ വർഷിപ്പ് എന്ന് പറയുന്നത് അത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറി, വലിയൊരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആരാധന. അപ്പോൾ ആരാധന, കുറേ പാട്ട് പാടി ദൈവ സാന്നിധ്യം ഇറക്കണം എന്നുള്ളതാണ് ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരുടെ വലിയൊരു ജോലി. കാരണം കഴിഞ്ഞ ആഴ്ച വർഷിപ്പ് ലീഡ് ചെയ്തവരെക്കാളും ഈ ആഴ്ച വർഷിപ്പ് ഒന്ന് പൊലിപ്പിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. അത് ചിലർക്കൊരു വാശിയാണ്. പല വർഷിപ്പ് ടീമുകളെയും കാണാറുണ്ട്. അവർ ഭയങ്കര പാട്ടായിരിക്കും, കൊയറിലെ വലിയ മെമ്പേഴ്സായിരിക്കും. പക്ഷേ ഞായറാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ചർച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും പൊന്നായ്മയും പറച്ചിലും അല്ലെങ്കിൽ രാഷ്ട്രീയം പിടിക്കലും പ്രശ്നങ്ങളും എല്ലാമാണ് അവർ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സത്യമില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ആരാധിച്ചാൽ പോരാ. മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. സങ്കീർത്തനം 47:7 ഇംഗ്ലീഷിൽ വായിക്കാം. അതിൻ്റെ 2ാമത്തെ ഭാഗം, സിംഗ് പ്രൈസസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴോ, ചാതുര്യ കീർത്തനം പാടുവിൻ. ചാതുര്യ കീർത്തനം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം പാടുവിൻ. എന്നാൽ എന്താണ് ഈ ചാതുര്യ കീർത്തനം? ചാതുര്യ കീർത്തനമാണ് ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് പറഞ്ഞത് സിംഗ് പ്രൈസസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിവേകത്തോടുകൂടെ സ്തുതിക്കണം. വിവേകത്തോടുകൂടെ എന്ത് പാടുന്നു, എങ്ങനെ പാടുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായ ഒരു ബോധ്യം വേണം. നമ്മൾ ആത്മാവിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അലങ്കോലമാവുകയല്ല വേണ്ടത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ മെയിൻ ലീഡർ വർഷിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടു. കർത്താവിനെ പാടുക, നീ നല്ലവൻ സർവവല്ലഭൻ. നല്ല വൻ എന്ന് പറയേണ്ട ഭാഗത്ത് നല്ല വേൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. അതൊരു വൈബ്രേഷൻ കൊടുത്ത് ആർട്ടിഫിഷ്യലി ദൈവിക സാന്നിധ്യം അനുഭവിപ്പിക്കുവാൻ വേണ്ടി നോക്കുവാണ്. എന്നാൽ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. ആമോസ് 5:23 പറഞ്ഞിരിക്കുന്നു, നിന്റെ പാട്ടുകളുടെ മുഴക്കം എന്നിൽ നിന്ന് മാറ്റുക, നിന്റെ വീണകളുടെ നാദം ഞാൻ കേൾക്കയില്ല. ഇത് യഹോവയായ ദൈവം പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പാടുന്ന വാക്കുകൾ, പാടുന്ന പാട്ടുകൾ, അതിൻ്റെ അർത്ഥം കൃത്യമായിരിക്കണം, ഉച്ചാരണം കൃത്യമായിരിക്കണം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഈ ആരാധന എന്ന് പറയുന്നത് ഷോ അല്ല. അതൊരു ഷോ ആയിട്ട് മാറ്റാതെ, അഭിനയമാക്കി മാറ്റാതെ ആത്മാവിൽ നീങ്ങുവാൻ, സത്യത്തിൽ ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.